സുഖമല്ലേ എല്ലാവർക്കും. ഉരുളക്കിഴങ്ങ് ബജി ആട്ടോ ഉണ്ടാക്കണത്. 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വയ്ക്കാം കേട്ടോ. മുട്ട ബജി, മുളക് ബജി, ഉരുളക്കിഴങ്ങ് ബജി, അങ്ങനെ പലതരം ബജികളുണ്ടല്ലോ. പക്ഷേ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഒക്കെ തന്നെ നമ്മൾ ഇടുന്നത്. തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങൊക്കെ കഴുകിയെടുക്കുക. ഇനി ഉരുളക്കിഴങ്ങൊക്കെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വെള്ളത്തിൽ 2-3 തവണ കഴുകുക. ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് ഇളക്കുക. നല്ലോണം നൈസാക്കിയിട്ട് അരിയരുത് കേട്ടോ. ചെറിയൊരു കനണ്ടായിക്കോട്ടെ. കിഴങ്ങൊന്ന് വലിഞ്ഞ് കിട്ടാൻ ഇങ്ങനെ വയ്ക്കാം. മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 1 കപ്പ് കടലമാവ് എടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊങ്ങി കിട്ടാനാണ്. ബജിയുടെ സോഫ്റ്റ്നെസ്സും കൂടും. 100 ഗ്രാം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണത്തിനും രുചിക്കും വേണ്ടി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ. പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ടോ വിസ്ക് കൊണ്ടോ എങ്ങനെയാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കിഴങ്ങ് മുക്കിയെടുക്കുമ്പോൾ അതിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാനും പറ്റില്ല, എന്നാൽ ഇന്നിങ്ങനെ വാർന്ന് പോരാനും പറ്റില്ല. ഇതൊരു കറക്റ്റ് നമ്മളെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഈ ഒരു അളവിൽ മതി വെള്ളം ഒഴിക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, വല്ലാണ്ട് കൂടണ്ട. പെട്ടെന്ന് ഇടുമ്പോഴേക്കും കരിഞ്ഞു പോകും. കിഴങ്ങൊക്കെ മാവിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അല്ലാണ്ട് ചെയ്യാം, മുക്കിയിട്ടേക്കിടും ചെയ്യാം. ഇത് സൗകര്യത്തിന് വേണ്ടിയിട്ട് മാവിൽ കുറച്ച് കിഴങ്ങെടുത്തിട്ടു. എന്നിട്ട് ഇങ്ങനെ അതൊന്ന് എടുത്തിട്ട് എണ്ണയ്ക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കും. കിഴങ്ങ് ഇട്ട് കൊടുത്ത പാടെ മറിച്ചിടണ്ട, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. എണ്ണ കുറച്ചും കൂടി ഒഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണം കൂടി ഇടാം കേട്ടോ. ഒരു പാകത്തിന് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ സൗകര്യം പോലെ പറ്റിക്കും. കിഴങ്ങ് ചീഞ്ചട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഹൈയിൽ വയ്ക്കുക, പിന്നെ മീഡിയത്തിലാക്കുക. പിന്നെ വാങ്ങാൻ നേരത്ത് വീണ്ടും ഹൈയിലാക്കിയിട്ടാണ് വാങ്ങുക. ഇങ്ങനെ 5-6 ട്രിപ്പ് ബജികൾ ഉണ്ടാക്കി തീർത്തു. പുറമേ ക്രിസ്പിനെസ്സും ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റുണ്ട്. ബജിയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ള ചട്ടണി ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.